നമസ്കാരം, ഗുഡ് മോർണിംഗ്. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. കേരളം കാത്തിരുന്ന പ്രതീക്ഷിക്കുന്ന വാർത്തയാണ് ഞാൻ ആദ്യം പോകുന്നത്. നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കി എന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. ഈ ഔദ്യോഗികമായ സ്ഥിരീകരണം ഇന്നുണ്ടായേക്കും. കൂടാതെ ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായിട്ടുള്ള കന്യാസ്ത്രീകളുടെ ജാമ്യ ഹർജിയും ഇന്ന് പരിഗണിക്കുന്നുണ്ട്. മറ്റൊന്ന്, വയനാടിന്റെ ഹൃദയം പിളർന്ന ദുരന്തത്തിന് നാളെ ഒരാണ്ട് തികയുകയാണ്. ഈ പുനരധിവാസം, അതിജീവനം ഏതുവരെ എത്തി എന്നറിയണ്ടേ? ആദ്യം ഇന്നത്തെ തലക്കെട്ടുകൾ നോക്കാം. നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയേക്കുമെന്ന സൂചന. മാപ്പ് നൽകാൻ മധ്യസ്ഥ ചർച്ചയിൽ തീരുമാനമായതായി കാന്തപുരത്തിന്റെ ഓഫീസ്. സ്ഥിരീകരിക്കാതെ കേന്ദ്ര സർക്കാർ. വധശിക്ഷ നടപ്പാക്കുന്നതിൽ പുതിയ തീയതി നിശ്ചയിക്കണമെന്ന ആവശ്യവുമായി കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ അറസ്റ്റിലായ സംഭവത്തിൽ സഭാ നേതൃത്വം പ്രതിഷേധം ശക്തമാക്കുന്നു. കന്യാസ്ത്രീകൾ ദുർഗ് കോടതിയിൽ ഇന്ന് ജാമ്യാപേക്ഷ നൽകിയേക്കും. എംപിമാർ അടങ്ങുന്ന കോൺഗ്രസ് പ്രതിനിധി സംഘം ഛത്തീസ്ഗഡിലേക്ക്. BJPയെ പ്രതിനിധീകരിച്ച് അനൂപ് ആന്റണി ഛത്തീസ്ഗഡ് ഉപമുഖ്യമന്ത്രിയെ കാണും. ഓപ്പറേഷൻ സിന്ദൂറിൽ പാർലമെന്റിൽ പ്രധാനമന്ത്രിയുടെ മറുപടി ഇന്ന്. പ്രശ്നപരിഹാരത്തിൽ അമേരിക്ക ഇടപെട്ടുവെന്ന അവകാശവാദത്തിൽ വിശദീകരണം നൽകിയേക്കും. രാഹുലും അമിത്ഷായും ചർച്ചയിൽ പങ്കെടുക്കും. നടുക്കുന്ന ഓർമ്മകൾക്ക് ഒരാണ്ട്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തം കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞിട്ടും പുനരധിവാസം ഇപ്പോഴും പാതി വഴിയിൽ. ലക്ഷങ്ങൾ മുടക്കി കടലിൽ പോയിട്ടും വരുമാനമില്ലാതെ മത്സ്യത്തൊഴിലാളികൾ. മത്സ്യബന്ധന യാനങ്ങൾക്ക് ഇന്ധന നികുതി ഇളവ് കിട്ടാത്തതും തിരിച്ചടി. സർക്കാർ ഇടപെടലുണ്ടായില്ലെങ്കിൽ സംസ്ഥാന വ്യാപക പ്രതിഷേധമെന്ന ഭാരതീയ മത്സ്യപ്രവർത്തക സംഘം. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾക്ക് സമീപം ബംഗാൾ ഉൾക്കടലിൽ ഭൂചലനം. 6.3 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിൽ ആളപായമോ നാശനഷ്ടമോ റിപ്പോർട്ട് ചെയ്തില്ല. ഭൂചലനം അർദ്ധരാത്രി 12:11. ഞാൻ ആദ്യം സൂചിപ്പിച്ച വാർത്തയിലേക്ക് തന്നെയാണ് പോകുന്നത്. നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയേക്കുമെന്ന സൂചന. മാപ്പ് നൽകാൻ മധ്യസ്ഥ ചർച്ചയിൽ തീരുമാനമായതായി കാന്തപുരത്തിന്റെ ഓഫീസ്. അതേസമയം ഈ ഒരു വാർത്ത കേന്ദ്ര സർക്കാർ ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. വധശിക്ഷ നടപ്പാക്കുന്നതിൽ പുതിയ തീയതി നിശ്ചയിക്കണമെന്ന ആവശ്യവുമായി കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരനും രംഗത്തെത്തിയിട്ടുണ്ട്. വിശദാംശങ്ങളുമായി വർഷ ചേരുകയാണ്. വർഷ, ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ രാവിലെ തന്നെ ഒരു ശുഭ വാർത്തയിലൂടെയാണ് നമ്മൾ തുടങ്ങുന്നത്. നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കുമോ എന്നതിൽ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ഇന്നുണ്ടായേക്കും. മർക്കസിലാണ് എല്ലാ കണ്ണുകളും. മർക്കസിൽ നിന്നാണ് ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ഇനി വരേണ്ടത്, അല്ലേ? അതെ ഐശ്വര്യ സൂചിപ്പിച്ച പോലെ വലിയൊരു ആകാംക്ഷയിലാണ് മലയാളികൾ ആകെയുള്ളത്. കാരണം മലയാളികളെ സംബന്ധിച്ച് അവർ ഏറെ നാളായി കേൾക്കാൻ ആഗ്രഹിച്ചിരുന്ന ഒരു വാർത്തയാണ് ഇന്നലെ പുറത്തു വന്നത്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഓഫീസിൽ നിന്നാണ് ആ വിവരം പുറത്തു വന്നത്. നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയെന്നുള്ള ഒരു ധാരണയിൽ എത്തിയിരിക്കുന്നു എന്നായിരുന്നു ആ വിവരം. എന്നാൽ ഇപ്പോഴും അത് വിദേശകാര്യ മന്ത്രാലയം ഉൾപ്പെടെ സ്ഥിരീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി തുടരുന്നത്. അക്കാര്യത്തിലൊരു സ്ഥിരീകരണമാണ് വേണ്ടത്. വാക്കാലുള്ള ഉറപ്പിന് പുറമെ ആ ഒരു സ്ഥിരീകരണം വേണമെന്നുള്ളതാണ് ആവശ്യം. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സ്ഥിരീകരണം ഇന്നുണ്ടാകുമെന്ന വിശ്വാസത്തിലാണ് മലയാളികളും അതേപോലെ നിമിഷപ്രിയയുടെ കുടുംബവും എല്ലാം ഉള്ളത്. അതുകൊണ്ട് തന്നെ ഐശ്വര്യ സൂചിപ്പിച്ച പോലെ എല്ലാ കണ്ണുകളും മർക്കസിലേക്കാണ്. അവിടെ നിന്നും ഒരു വിവരം ലഭിക്കും. ശേഷം കേന്ദ്ര സർക്കാർ അതായത് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഒരു ഔദ്യോഗിക വിവരം കൂടി ലഭിക്കേണ്ടതുണ്ട്. ഇക്കാര്യം ഇതുവരെ വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ ഈ കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ പറയുന്ന ഒരു കാര്യമാണ്. അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചൊരു കാര്യം, ഈ വധശിക്ഷ നീട്ടിവെക്കാൻ, അതായത് പുതിയ തീയതി നിശ്ചയിക്കാനുള്ള കാര്യമാണ് അറിയിച്ചതെന്നുള്ള കാര്യം ഈ തലാലിന്റെ സഹോദരനും അറിയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ഒരു വ്യക്തമായ ധാരണ ഇതുവരെ എത്തിയിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഓഫീസിൽ നിന്ന് ലഭിച്ച അറിയിപ്പല്ലാതെ മറ്റൊരു വിവരവും ഇതുവരെ ലഭിച്ചിട്ടില്ല. ഈ നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടി നിരന്തരം ഇടപെടുന്ന ഒരാളാണ് സാമുവൽ ജെറിം. അദ്ദേഹവും ഇക്കാര്യം ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. അങ്ങനെ അറിയിപ്പ് ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നുള്ള കാര്യമാണ് അദ്ദേഹവും വ്യക്തമാക്കുന്നത്. അപ്പോഴും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഈ ഓഫീസിൽ നിന്നും വ്യക്തമായ വിവരം തന്നെയാണ് ഇന്നലെ ലഭിച്ചിട്ടുള്ളത്.
നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് യമനിൽ നിരന്തരം ചർച്ച നടത്തുന്നവരാണ് സൂഫി പണ്ഡിതന്റെ ശിഷ്യൻ. അദ്ദേഹമാണ് ഇക്കാര്യം, ജവാദ് മുസ്താഫി എന്നിട്ടുള്ള അദ്ദേഹമാണ് ഇക്കാര്യം ഇന്നലെ അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എത്രമാത്രം ഈ കാര്യത്തിൽ ധാരണ എത്തിയിട്ടുണ്ട്, എങ്ങനെയാണ് കാര്യങ്ങൾ എന്നുള്ള കാര്യമൊന്നും ഇതുവരെ വ്യക്തമായിട്ടില്ല. ഇനി വിദേശകാര്യ മന്ത്രാലയത്തിന് വിവരം ലഭിച്ചാൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുകയുള്ളൂ. യമനിൽ നിന്ന് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഈ ഒരു തുടർ നടപടികളിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് അവിടെ നിന്നും ഈ സൂഫി പണ്ഡിതന്റെ ശിഷ്യൻ അറിയിക്കുന്നത്. അതായത് ദയാദനം ഉൾപ്പെടെയുള്ള കാര്യത്തിൽ ഇതുവരെ യാതൊരു തീരുമാനമായിട്ടില്ല. അതിനുൾപ്പെടെ ചർച്ച നടത്തണമെന്നുള്ള കാര്യമാണ് അവിടെ നിന്നും അറിയിക്കുന്നത്. അക്കാര്യമാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരും ഇവിടെ വ്യക്തമാക്കുന്നത്. എന്നാൽ ഈ കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. അതിനായി വേണ്ടത് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക സ്ഥിരീകരണമാണ്. അതിനായുള്ള കാത്തിരിപ്പിലാണ് ഓരോ മലയാളിയും. അതേ വർഷ, ഇനി വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഒരു ഔദ്യോഗിക സ്ഥിരീകരണമാണ് വരേണ്ടത്. അതേസമയം ഈ ഒരു വധശിക്ഷ നടപ്പാക്കുന്നതിൽ പുതിയ തീയതി നിശ്ചയിക്കണമെന്ന ആവശ്യവുമായി ഇപ്പോൾ കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരനും രംഗത്തെത്തിയിട്ടുണ്ട്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു വർഷ. ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച സംഭവത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു. കന്യാസ്ത്രീകൾ ദുർഗ് കോടതിയിൽ ഇന്ന് ജാമ്യാപേക്ഷ നൽകിയേക്കും. MP-മാർ അടങ്ങുന്ന കോൺഗ്രസ് പ്രതിനിധി സംഘം ഛത്തീസ്ഗഡിലെത്തും. BJP പ്രതിനിധീകരിച്ച് അനൂപ് ആന്റണി ഛത്തീസ്ഗഡ് ഉപമുഖ്യമന്ത്രിയെ കാണും. നിർബന്ധിത മതപരിവർത്തനം ആരോപിച്ചാണ് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചത്. കന്യാസ്ത്രീകൾക്ക് പൂർണ്ണ പിന്തുണയുമായി കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ പരസ്യമായി രംഗത്തെത്തി. കേസ് കെട്ടിച്ചമച്ചതാണെന്ന് പറഞ്ഞ CBCI പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും വിഷയത്തിൽ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടു. ഈ ധർമ്മസ്ഥലയിൽ ഇപ്പോഴും ദുരൂഹത തുടരുകയാണ്. ഈ കൂട്ടക്കൊലയിൽ തെളിവെടുപ്പ് ഇപ്പോഴും പുരോഗമിക്കുകയാണ്. നേത്രാവതി നദിക്കരയിലാണ് ഈ തെളിവെടുപ്പ് നടക്കുന്നത്. കൊലപാതക വെളിപ്പെടുത്തൽ നടത്തിയ മുൻ ക്ഷേത്ര പരിചാരകനെയും കൊണ്ടാണ് പ്രത്യേക അന്വേഷണ സംഘം ധർമ്മസ്ഥലയിൽ തെളിവെടുപ്പ് നടത്തുന്നത്. മംഗളൂരുവിൽ പ്രത്യേക അന്വേഷണ സംഘം നടത്തിയ 2 ദിവസത്തെ ചോദ്യം ചെയ്യലിന് ശേഷമാണ് ദൃക്സാക്ഷി മൃതദേഹങ്ങൾ കുഴിച്ചിട്ട സ്ഥലങ്ങൾ വെളിപ്പെടുത്തിയത്. മൃതദേഹങ്ങൾ കുഴിച്ചിട്ട് 15 സ്ഥലങ്ങൾ തിരിച്ചറിഞ്ഞ സ്ഥലങ്ങളിൽ ആന്റി നക്സൽ ഫോഴ്സിനെ വിന്യസിച്ചിട്ടുണ്ട്. ദൃക്സാക്ഷി തിരിച്ചറിഞ്ഞ ആദ്യത്തെ 8 സ്ഥലങ്ങൾ നേത്രാവതി നദിയുടെ തീരത്താണ്. മറ്റ് സ്ഥലങ്ങൾ നദിക്ക് സമീപത്തുള്ള ഹൈവേയുടെ അരികിലാണെന്നുമാണ് റിപ്പോർട്ടുകളുള്ളത്. തെളിവെടുപ്പ് ഇന്നും തുടരും. ഓപ്പറേഷൻ സിന്ദൂറിൽ പാർലമെന്റിൽ പ്രധാനമന്ത്രിയുടെ മറുപടി ഇന്ന്. രാഹുലും അമിത്ഷായും ഈ ചർച്ചയിൽ പങ്കെടുക്കും. പ്രതിപക്ഷ ആവശ്യം അംഗീകരിച്ചാണ് കേന്ദ്ര സർക്കാർ ചർച്ചയ്ക്ക് തീരുമാനിച്ചത്. പഹൽഗാം ആക്രമണത്തിലേക്ക് നയിച്ച സുരക്ഷാ വീഴ്ച, ഓപ്പറേഷൻ സിന്ദൂർ അവസാനിപ്പിക്കാൻ ഇടപെട്ടെന്ന US അവകാശവാദം തുടങ്ങിയ വിഷയങ്ങളിൽ പ്രധാനമന്ത്രി മറുപടി പറയും. അതേസമയം ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യയുടെ നയതന്ത്ര നേട്ടമെന്ന വിദേശകാര്യമന്ത്രി കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ വ്യക്തമാക്കിയിരുന്നു. ഇന്ത്യക്ക് വലിയ പിന്തുണ ലഭിച്ചുവെന്നും TRFനെ US ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചുവെന്നും S ജയശങ്കർ പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂറിനെ പറ്റി ട്രംപും മോദിയും സംസാരിച്ചിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ചർച്ച നടക്കുമ്പോൾ സഭയിൽ ഉണ്ടാകണമെന്ന് കോൺഗ്രസ് MP-മാർക്ക് വിപ്പ് നൽകിയിട്ടുണ്ട്. ഇനിയൊരു അന്തർദേശീയ വാർത്ത നോക്കിക്കഴിഞ്ഞാൽ അമേരിക്കയിലെ ന്യൂയോർക്ക് നഗരത്തിൽ വെടിവയ്പ്. 345 പാർക്ക് അവന്യൂവിലെ കെട്ടിടത്തിലാണ് വെടിവയ്പുണ്ടായത്. വെടിവയ്പിൽ ഒരു പോലീസ് ഓഫീസർക്കും മറ്റ് 2 പൗരന്മാർക്കും ഗുരുതരമായി പരിക്കേറ്റു. ഇൻവെസ്റ്റ്മെന്റ് സ്ഥാപനമായ ബ്ലാക്ക്സ്റ്റോൺ, നാഷണൽ ഫുട്ബോൾ ലീഗ്, KPMG തുടങ്ങിയ കമ്പനികളുടെ ഓഫീസുകൾ സ്ഥിതി ചെയ്യുന്ന കെട്ടിടത്തിലാണ് വെടിവയ്പുണ്ടായത്. വെടിവയ്പിന് ശേഷം അക്രമി സ്വയം വെടിവെച്ച് ജീവനൊടുക്കിയതായാണ് റിപ്പോർട്ട്. ബോംബ് സ്ക്വാഡ് അടക്കം സ്ഥലത്തെത്തി പരിശോധന ആരംഭിച്ചു. സംഭവ സ്ഥലത്തേക്ക് കൂടുതൽ പോലീസുകാർ എത്തിയിട്ടുണ്ട്. കെട്ടിടത്തിനുള്ളിൽ നിന്ന് ജീവനക്കാരെ സുരക്ഷിതമായി പുറത്തെത്തിച്ചു. നിലവിൽ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണ്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾ ദുരന്തത്തിന് ഒരാണ്ട് തികയുമ്പോൾ തനിച്ചായ ലോകത്ത് നൊമ്പരങ്ങൾ ഉള്ളിലൊതുക്കി കഴിയുന്നവർക്ക് ഇന്നും ജീവിതം ഒരു നോവാണ്. ദുരന്തം 3 മക്കളെയും കവർന്നപ്പോൾ ചൂരൽമല സ്വദേശി അനീഷും സയനയും ജീവിതത്തിൽ തനിച്ചായി. മക്കളെ അടക്കം ചെയ്ത പുത്തുമലയിലെ ശ്മശാന ഭൂമിയിലെ കുഴിമാടത്തിനരികെ കളിപ്പാട്ടങ്ങളുമായി വന്നിരിക്കുന്ന ഒരച്ഛൻ്റെയും അമ്മയുടെയും നൊമ്പരമുണർത്തുന്ന നിമിഷങ്ങളിലേക്ക്. അച്ഛാ, അമ്മേ, ഞങ്ങൾ ഇന്ന് സ്നേഹവാത്സല്യങ്ങൾ നിറഞ്ഞു തുളുമ്പുന്ന ഒരു കൂട്ടം കാവൽ മാലാഖമാർക്ക് നടുവിലാണ്. പക്ഷേ
ഞങ്ങളുടെ അച്ഛനും അമ്മയും കൂടെ ഇല്ലല്ലോ എന്ന സങ്കടമാണ് ഞങ്ങളെ അലട്ടുന്നത്. എങ്കിലും ഞങ്ങൾ നിങ്ങൾക്ക് മുൻപിൽ പുഞ്ചിരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ദുരന്തം കവർന്നെടുത്ത 3 പിഞ്ചോമനകൾ ഒന്നിച്ചുറങ്ങുന്ന ശിലാഫലകത്തിൽ ഇങ്ങനെ കുറിച്ചിരിക്കുന്നു: ആ കുഴിമാടത്തിനരികെ മക്കൾക്കായി ചോക്ലേറ്റും കളിപ്പാട്ടങ്ങളും കരുതി വെച്ച് അനീഷും സൈനയുമുണ്ട്. മിക്ക ദിവസങ്ങളിലും അവരെത്തും തങ്ങളുടെ മക്കളെ കാണാൻ. തൊട്ടരികിലായി അമ്മയെയും അടക്കം ചെയ്തിട്ടുണ്ട്. വിട്ടുപിരിഞ്ഞിരുന്നില്ല ഒരു നേരം പോലും. വിട്ടുപോയപ്പോൾ അകന്നിരിക്കാൻ കഴിയുന്നുമില്ല. സങ്കടം ഉള്ളിലൊതുക്കി മക്കളുറങ്ങുന്ന മണ്ണിൽ ഒരമ്മയിരിക്കുന്ന കാഴ്ച ഏവരെയും നൊമ്പരപ്പെടുത്തും. മൂത്ത മകൻ നിവേദ് രാവിലെ ദോശ വേണമെന്നാവശ്യപ്പെട്ടാണ് ഉറങ്ങാൻ കിടന്നത്. ആ രാത്രി പക്ഷേ എല്ലാം കവർന്നെടുത്തു. വാക്കുകളിടറി അനീഷ് പറഞ്ഞു തുടങ്ങി. താറ്, അതേപോലെ ലൈറ്റുകൾ, പുൽക്കുടില്, അങ്ങനെയുള്ള സാധനങ്ങളോടൊക്കെ ഭയങ്കര താല്പര്യം. മൂത്തവനാണെങ്കിലും ചെറിയവനാണെങ്കിലും രണ്ടാമത്തവർക്ക് എല്ലാവർക്കും ഇങ്ങനത്തെ ഇതിനോട് ഭയങ്കര താല്പര്യമാണ്. അതുകൊണ്ട് അപ്പോൾ അവരിപ്പോൾ അല്ല, അപ്പോൾ ഞാൻ അവർക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ഇവിടെ ഇങ്ങനെ എന്നെ കൊണ്ട് പറ്റുമ്പോൾ ഞാനിവിടെ കൊണ്ടുവന്ന് വെക്കേണ്ടതെന്നാണ്. 3.5 വയസ്സുകാരൻ ഇഷാൻ, 7.5 വയസ്സുകാരൻ ധ്യാൻ, 9 വയസ്സുകാരൻ നിവേദ്, ഇവരെയാണ് ഇവർക്ക് നഷ്ടമായത്. അനീഷിന്റെ അമ്മ രാജമ്മയെയും ഉരുളെടുത്തു. ശരീരത്തിനേറ്റ പരിക്കും മനസ്സിനേറ്റ ആഘാതത്തിൽ നിന്നും പതിയെ ജീവിതത്തിലേക്ക് തിരികെ വരികയാണ് ഇവർ. സൈനയ്ക്ക് തുടർ ചികിത്സ ഇനിയുമുണ്ട്. ചെറിയ ചാറ്റൽ മഴയുടെ ശബ്ദം പോലും ഭയമാണിവർക്ക്. ഒറ്റയ്ക്കാകുമ്പോൾ ഇപ്പോഴും ഉരുളിന്റെ മുഴക്കം കാതിലെത്തും. പുത്തുമലയിലുറങ്ങുന്ന 3 മക്കളുടെ ഓർമ്മയിലാണ് ഇന്നിവരുടെ ജീവിതം. അമൃത ന്യൂസ്, വയനാട്. മഴക്കാലത്ത് കേരളത്തിന്റെ കിഴക്കൻ മേഖലയുടെ പേടി സ്വപ്നമാണ് ഉരുൾപൊട്ടൽ. മൂന്നാറിലെ ഉരുൾപൊട്ടൽ സാധ്യതകൾ വിലയിരുത്തി കൃത്യമായി മുന്നറിയിപ്പുകൾ നൽകുന്ന ഒരു സംഘമുണ്ട് കൊച്ചി അമൃത വിശ്വവിദ്യാപീഠത്തിൽ. 2006 മുതൽ ഡോക്ടർ മനീഷ വി രമേശിന്റെ നേതൃത്വത്തിൽ സർക്കാരിന് മുന്നറിയിപ്പുകൾ നൽകി വരുന്നു. മൂന്നാറിൽ നിരവധി ജീവനുകളാണ് ഇതിലൂടെ രക്ഷിക്കാനായത്. അമൃത വിശ്വവിദ്യാപീഠം 2006-ലാണ് മണ്ണിടിച്ചിൽ മുന്നറിയിപ്പ് നൽകുന്നതിനായുള്ള പദ്ധതി ആരംഭിച്ചത്. 2009 മുതൽ പദ്ധതി പൂർണ്ണമായും പ്രവർത്തന സജ്ജമായി. മണ്ണിനടിയിൽ സ്ഥാപിച്ചിരിക്കുന്ന സെൻസറുകളിൽ നിന്നുള്ള ഡേറ്റ വളരെ വേഗത്തിൽ അപഗ്രഥിച്ചാണ് മണ്ണിടിച്ചിൽ മുന്നറിയിപ്പ് നൽകുന്നത്. അമൃത വിശ്വവിദ്യാപീഠം മേധാവി ഡോക്ടർ മനീഷ വി രമേശിന്റെ നേതൃത്വത്തിൽ 15ഓളം അംഗങ്ങളാണ് ഇതിനായി പ്രവർത്തിക്കുന്നത്. 21 മീറ്ററോളം അടിയിലായിട്ട് പല പല ലെയറിലായിട്ടാണ് നമ്മൾ സെൻസേഴ്സ് ഇട്ടേക്കുന്നത്. അത് അവിടുന്ന് ആ സെൻസേഴ്സിൽ നിന്ന് തരംഗങ്ങൾ, ഡേറ്റ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എടുക്കും. റിയൽ ടൈമിൽ നമുക്ക് ഡേറ്റ കിട്ടുന്നുണ്ട്. ഈ ഡേറ്റ എടുത്തിട്ട് നമ്മൾ AI മോഡൽസ് വെച്ചിട്ട് ആണ് അതിനെ പഠിച്ചിട്ട് അതനുസരിച്ച് നമ്മൾ ഇത് വരാൻ പോകുന്നോ ഇല്ലയോ എന്നുള്ള 7 തരം പാരാമീറ്ററുകൾ ഉപയോഗിച്ചാണ് നമ്മളത് നോക്കിയിട്ട് അതിന് കൊടുക്കുന്നത്. ഗവൺമെൻറ് ഉദ്യോഗസ്ഥരാണ് പിന്നീട് അവരുടെ ജനങ്ങളെ ഇവാക്യുവേറ്റ് ചെയ്യണോ, മാറ്റി പാർപ്പിക്കണോ എന്താണെന്നുള്ള തീരുമാനം എടുക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ വർഷം 24 അവിടുത്തെ സബ് കളക്ടർ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് നമ്മൾ വാർണിംഗ് കൊടുത്ത കാരണം ജനങ്ങളെ രക്ഷിക്കാൻ പറ്റിയെന്ന്. വളരെ പെട്ടെന്ന് അപ്രതീക്ഷിത അളവിൽ മഴ പെയ്യുന്ന രീതി കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കണ്ടുവരുന്നുണ്ട്. ഞൊടിയിടയിൽ ഇത് സംബന്ധിച്ച് ഡേറ്റ ലഭിക്കുകയും അത് അപഗ്രഥിക്കുകയും ചെയ്താൽ മാത്രമേ വൻ അപകടങ്ങൾ ഒഴിവാക്കാൻ സാധിക്കൂ. കാലോചിതമായി പരിഷ്കരിച്ച സാങ്കേതിക വിദ്യകളാണ് അമൃത വിശ്വവിദ്യാപീഠം ഉപയോഗിക്കുന്നത്. മണ്ണിടിച്ചിലിനെ കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിന്റെ ഭാഗമായി ലാൻഡ്സ്ലൈഡ് ട്രാക്കർ എന്ന മൊബൈൽ ആപ്പും നിർമ്മിച്ചിട്ടുണ്ട്. കേരളത്തിന് പുറത്തും ഇപ്പോൾ സമാനമായ മുന്നറിയിപ്പ് സിസ്റ്റം വിപുലീകരിച്ചിട്ടുണ്ട്. 2018 ഇന്ത്യൻ സയൻസ് കോൺഗ്രസിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മെയ്ഡ് ഇൻ ഇന്ത്യ പ്രൊഡക്റ്റായി ഈ മുന്നറിയിപ്പ് സംവിധാനത്തെ പരിചയപ്പെടുത്തിയിരുന്നു. ഇവിടെ കൂടാതെ നമ്മൾ സിക്കിമിൽ, ചാന്ദ്മാരി, ഗാംഗ്ടോക്കിൽ നമ്മളിതേ സെൻസർ സിസ്റ്റം ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇത് കൂടാതെ ഇപ്പോൾ നമ്മൾ ഉത്തരാഖണ്ഡിലും മറ്റ് സ്ഥലങ്ങളായ കർണാടക, ഒഡീസ, ഹിമാചൽ പ്രദേശ് സ്ഥലങ്ങളിലും ഇടാനായിട്ടുള്ള അതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. നമുക്കിതിൽ ഏകദേശം 3-ൽ കൂടുതൽ പേറ്റൻ്റ് ഉണ്ട്. 4 പേറ്റൻസ് ഉണ്ട് നമുക്ക് ഈ ലാൻഡ്സ്ലൈഡ് സിസ്റ്റത്തിൽ തന്നെ. പിന്നെ നമുക്ക് UN-ൻ്റെ തന്നെ GDRNൻ്റെയും ആക്ച്വലി അവേർട്ടഡ് ഡിസാസ്റ്റർ അവാർഡ് എന്ന് പറഞ്ഞിട്ടുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട്. നബാർഡിൻ്റെ റൂറൽ ഇന്നോവേഷൻ്റെ അവാർഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ വേൾഡ് ലാൻഡ്സ്ലൈഡ് ഫോറത്തിൻ്റെ ബെസ്റ്റ് വർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഫിസിക്സ്, മാത്തമാറ്റിക്സ്, എഞ്ചിനീയറിംഗ്, ജോഗ്രഫി, ജിയോളജി, AI തുടങ്ങിയ നിരവധി വിഷയങ്ങളിൽ പരിചയസമ്പന്നരായ 15ഓളം അംഗങ്ങളാണ് ഈ സംവിധാനത്തിന് പിന്നിൽ നിരന്തരം പ്രവർത്തിക്കുന്നത്. അമൃത ന്യൂസ്, കൊച്ചി.
നിലച്ചിരിക്കാത്ത നേരത്ത് സർവ്വതും നഷ്ടമായ മഹാദുരന്തത്തിന്റെ വേദനകൾ മറികടക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് ചൂരൽമലയിലെ ഒരു കൂട്ടം വനിതകൾ. സങ്കടങ്ങളുടെ പെരുമഴയെ അതിജീവിക്കാനായി അവരൊരു കുടയൊരുക്കി. അതിജീവനത്തിന് കരുത്തായി മാറിയ ബെയിലി കുടനിർമ്മാണ യൂണിറ്റിന്റെ വിശേഷങ്ങളിലേക്ക്. ഉരുൾപൊട്ടലിൽ തകർന്നടിഞ്ഞ ഗ്രാമത്തിൽ നിന്നും ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് ചിതറിപ്പോയവർ, ജോലിയില്ലാത്ത നാളുകൾ. പകച്ചു നിൽക്കാതെ അവർ ഒന്നിച്ചൊരു സംരംഭത്തിന് തുടക്കമിട്ടു. ദുരന്തമഴയിൽ കുതിർന്ന ഒരു കൂട്ടം വനിതകളുടെ കൈകളിലൂടെ അതിജീവനക്കുട നിവർന്നു. ദുരന്തബാധിതരായ 8 പേർ ചേർന്നാരംഭിച്ച കുടനിർമ്മാണ യൂണിറ്റിന് അവർ ഒരു പേരും നൽകി, ബെയിലി. പ്രത്യാശയുടെ കുടവിരിയുകയാണിവിടെ. കുടകൾ ആവശ്യപ്പെട്ട് അമൃത സ്കൂൾ സമീപിച്ചതും ഇവർക്ക് ആശ്വാസമായി. ഇപ്പോൾ നമുക്ക് എന്താ പറഞ്ഞാൽ ഇവിടെ എല്ലാവരും നമ്മൾ അറിയുന്ന ആളുകളാണ്. അപ്പം നമ്മളുമായിട്ട് സംസാരിച്ച് അങ്ങനെ ജോലി ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ അധികം ചിന്തിക്കാറില്ല. നമ്മളെ ദുരന്തം ബാധിച്ച അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാറില്ല. അപ്പോൾ ഇവിടെ വരുമ്പോൾ നമുക്ക് എന്തുകൊണ്ടും ഒരു സമാധാനമാണ്. പിന്നെ നമുക്ക് അമൃതേൻ്റെ ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ട്, സ്കൂളിലേക്ക് അടുത്ത വർഷം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓർഡറും കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഇനി കിട്ടിയാൽ നമ്മൾ ചെയ്തു കൊടുക്കും. ദുരന്തരക്ഷാ പ്രവർത്തനത്തിന് സൈന്യം നിർമ്മിച്ച പാലത്തിന്റെ പേര് തന്നെയാണ് ഇവർ സംരംഭത്തോടും ചേർത്ത് വെച്ചത്. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ 3 ദിവസത്തെ പരിശീലനത്തിന് പുറമെ 390 കുട നിർമ്മിക്കാനുള്ള അസംസ്കൃത വസ്തുക്കൾ കളക്ടറുടെ ഇടപെടലിൽ സ്പോൺസർഷിപ്പായി ലഭിച്ചു. കഴിഞ്ഞ മെയ്യിൽ മേപ്പാടിയിൽ വാടകമുറിയിൽ സംരംഭത്തിന് തുടക്കമിട്ടു. ഇതുവരെ 500-ലധികം കുട വിറ്റു. കളക്ടറേറ്റിലും വിപണിയൊരുക്കി. ദിവസം 25 കുടകൾ വരെ നിർമ്മിക്കുന്നുണ്ട്. പട്ടികവർഗ വകുപ്പിന് കീഴിലുള്ള പ്രീ മെട്രിക് ഹോസ്റ്റലുകളിലേക്ക് ഓർഡർ ലഭിച്ചു. യൂണിറ്റ് സെക്രട്ടറി PK സജന, റീന സന്ദീപ്, ശോഭ എന്നിവരുടെ നേതൃത്വത്തിലാണ് സംരംഭം മുന്നോട്ടു പോകുന്നത്. അമൃത ന്യൂസ്, വയനാട്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾ ദുരന്തത്തിലെ അതിജീവിതർക്ക് നഷ്ടമായത് സ്വന്തമെന്ന് കരുതിയ ഗ്രാമം മാത്രമല്ല, ഭൂപടത്തിൽ നിന്ന് മാഞ്ഞുപോയത് അവരുടെ മേൽവിലാസം കൂടിയാണ്. എല്ലാം തകർന്ന് ജീവിതത്തിൽ ആശയറ്റി നിന്ന 19-കാരൻ അഭിജിത്തിന് പുതിയ വഴി തുറന്നെങ്കിലും മേൽവിലാസമില്ലാത്തത് തിരിച്ചടിയായി. 19-കാരൻ അഭിജിത്ത് ഏറെ പ്രതീക്ഷയോടെയാണ് ദുരന്തത്തിന് ശേഷം ഒരു ഓട്ടോറിക്ഷ വാങ്ങിയത്. ആ വാഹനം പക്ഷേ നിരത്തിലിറക്കാൻ അഭിജിത്തിന് ഇതുവരെ സാധിച്ചിട്ടില്ല. പഠനത്തോടൊപ്പം കുടുംബം പുലർത്താനുള്ള ഒരു മാർഗം, അതായിരുന്നു അഭിജിത്ത് കണ്ട സ്വപ്നം. ഓഫീസുകൾ നിരവധി തവണ കയറിയിട്ടും പെർമിറ്റ് ലഭിക്കാത്തതിനാൽ ഇന്നും വാഹനം ഓൺ ചെയ്തങ്ങനെ പരിപാലിക്കും. ചൂരൽമല പുതിയ വില്ലേജ് റോഡിലെ വീട് ഉരുൾപൊട്ടലിൽ താമസയോഗ്യമല്ലാതായി. വീട്ടുപകരണങ്ങളെല്ലാം നശിച്ചു. കൽപ്പറ്റ നഗരസഭാ പരിധിയിലെ വിനായകയിൽ വാടക വീട്ടിലാണ് നിലവിൽ താമസം. പലായനം ചെയ്യപ്പെട്ടതോടെ മേൽവിലാസവും ഇല്ലാതായി. ഇതോടെ നഗരസഭയിൽ ഓട്ടോറിക്ഷയ്ക്ക് പെർമിറ്റും ലഭിച്ചില്ല. നേരിടുന്ന പ്രധാനപ്പെട്ട പ്രതിസന്ധി എന്താണെന്ന് വെച്ചാൽ ഓട്ടോയുടെ പെർമിറ്റിൻ്റെ കാര്യമാണ്. നമുക്ക് അന്വേഷിച്ചിടത്തോളം ഇപ്പോൾ പെർമിറ്റ് എവിടെയും കൊടുക്കുന്നില്ല എന്നാണ് കേട്ടത്. ഇപ്പോൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇതെടുത്തത്, പാർട്ട് ടൈം ഓടാൻ. അതുകൊണ്ട് പെർമിറ്റ് കിട്ടിയാൽ ഉപകാരമായിരിക്കും. കാരണം എന്താ വെച്ചാൽ ഈ ഓട്ടോ മേടിക്കാൻ വേണ്ടിയിട്ട് കടവും മേടിച്ച്, പിന്നെ അതുപോലെ തന്നെ കുറേ പേരുടെ സഹായത്തോടു കൂടിയാണ് ഇത് കിട്ടിയത്. ഇപ്പോൾ തിരിച്ച് വീട്ടിൽ മുന്നൊന്നും പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. വീടും കാര്യങ്ങളൊക്കെ നമുക്ക് താമസിക്കാൻ പറ്റാത്തൊരു സ്ഥിതിയിലാണ്. കുടുംബശ്രീയുടെ പ്രത്യാശാ പദ്ധതിയിലൂടെ തിരിച്ചടവില്ലാത്ത ഗ്രാൻഡായി 2 ലക്ഷം രൂപ ഓട്ടോ വാങ്ങാൻ ലഭിച്ചു. അമ്മ ഓമന തൊഴിലുറപ്പ് തൊഴിലാളിയായിരുന്നു. ഉരുൾ തീർത്ത കണ്ണീർ പാത ഓട്ടോയിൽ താണ്ടാനാകുമെന്ന അഭിജിത്ത് കണ്ട സ്വപ്നം സഫലമാകണമെങ്കിൽ ഇനി നഗരസഭ കനിയണം. രതീഷ് കുഞ്ചത്തൂർ, അമൃത ന്യൂസ്, വയനാട്. മറ്റു വാർത്തകൾ നോക്കിയാൽ വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് കൂട്ടുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച ഇന്ന്. സ്വകാര്യ ബസ് ഉടമകളും വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികളുമായി ഗതാഗത സെക്രട്ടറി ആയിരിക്കും ചർച്ച നടത്തുക. കഴിഞ്ഞ ചൊവ്വാഴ്ച മുതൽ നടത്താനിരുന്ന സ്വകാര്യ ബസ് സമരം പിൻവലിച്ചതിന്റെ ഭാഗമായാണ് നിലവിൽ ചർച്ച നടത്തുന്നത്. വിദ്യാർത്ഥികളുടെ കൺസെഷൻ നിരക്ക് 5 രൂപയാക്കി വർദ്ധിപ്പിക്കണമെന്നാണ് സ്വകാര്യ ബസ് ഉടമകളുടെ ആവശ്യം. രാമ 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 പാഹി മാം. രാമനിലേക്കുള്ള ഒരു യാത്രയാണ് രാമായണമെന്ന് മാതാ അമൃതാനന്ദമയി മഠം ഇരിങ്ങാലക്കുട മഠാധിപതി
ബ്രഹ്മചാരി, അമോഘാമൃത ചൈതന്യ. ചെറുതും വലുതുമായ തനത് വ്യക്തിത്വത്തോടു കൂടിയ കഥാപാത്രങ്ങളാണ് രാമായണത്തിന്റെ സവിശേഷത. ഈ കഥാപാത്രങ്ങളുടെ അംശങ്ങൾ ഇന്നും മനുഷ്യ മനസ്സിൽ നിലനിൽക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. വാൽമീകി മഹർഷി ലോകോപകാരാർത്ഥം അനുഗ്രഹിച്ചരുളിയ ഒരു വലിയ നിധിയാണ്, വലിയ ഉപദേശമാണ്, നിർദ്ദേശമാണ്, മാർഗദർശനമാണ് രാമായണം എന്ന് പറയുന്നത്. രാമായണം രാമസ്യ അയനം. അയനം എന്ന് വെച്ചാൽ സഞ്ചാരം, മാർഗം, ധർമ്മം എന്നൊക്കെയാണ് അർത്ഥം. രാമസ്യ അയനം, രാമൻ്റെ അയനം, രാമായാഹ അയനം എന്നും പറയാറുണ്ട്. രാമ എന്ന് വെച്ചാൽ സീത, സീതയുടെ സഞ്ചാരം എന്നും പറയാറുണ്ട്. അപ്പോൾ രാമൻ്റെ സഞ്ചാരം അത് പഠിക്കുന്നത് കൊണ്ട് എന്താണ് പ്രയോജനം, അത് വായിക്കുന്നത് കൊണ്ട് എന്താണ് പ്രയോജനം? അമ്മ പറയും രാമായണം പഠിക്കുന്നത് രാമനാവാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയും. ശരിക്കും പറഞ്ഞാൽ രാമായണം വായിക്കുന്നത് രാമനിലേക്കുള്ള ഒരു യാത്രയാണ്. രാമായണത്തിൻ്റെ ഏറ്റവും വലിയൊരു സവിശേഷത ചെറുതും വലുതുമായി അനേകം കഥാപാത്രങ്ങൾ, തനത് വ്യക്തിത്വത്തോടു കൂടിയ കഥാപാത്രങ്ങളാണ്. എല്ലാ കഥാപാത്രങ്ങളും തനതായ സ്വഭാവ സവിശേഷതകൾ എല്ലാ കഥാപാത്രങ്ങളിലുമുണ്ട്. ഇതിൽ നിന്നെല്ലാം നമുക്ക് ഓരോ പാഠം പഠിക്കാനുണ്ട്. നമ്മളെ അളക്കാനും നമ്മൾ എവിടെ നിൽക്കുന്നു എന്നറിയാനും രാമായണത്തിലെ കഥാപാത്രങ്ങളിലൂടെ പോകുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. കൈകേയി ആയാലും മന്ധരയായാലും രാവണനായാലും കുംഭകർണനായാലും ഈ കഥാപാത്രങ്ങളുടെ അംശങ്ങൾ ഇന്നും മനുഷ്യ മനസ്സിൽ നിലനിൽക്കുന്നവയാണ്. ഇതിൽ നിന്നെല്ലാം മാറിയാലേ രാമനിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ. അപ്പോൾ രാമനിലേക്കുള്ള യാത്രയാണ് ശരിക്കും രാമായണം. രാമനായി തീരണമെങ്കിൽ ഈ മേൽപ്പറഞ്ഞ കഥാപാത്രങ്ങളുടെ സ്വഭാവ സവിശേഷതകൾ അത് നമ്മളിൽ ഇല്ലാതെ വരണം. നമ്മൾ ശുദ്ധമായി തീരുമ്പോഴാണ് രാമനിലേക്ക് എത്തുന്നത്. അതിനുവേണ്ടി സത്കഥാപാത്രങ്ങളെയും ലക്ഷ്മണകുമാരനാവട്ടെ, ഭരതരാജകുമാരനാവട്ടെ, ശത്രുഘ്നാവട്ടെ, ആഞ്ജനേയസ്വാമിയാവട്ടെ, ശബരിയാവട്ടെ, അങ്ങനെ ചെറുതും വലുതുമായിട്ടുള്ള അനേകം സത്കഥാപാത്രങ്ങളെയും രാമായണത്തിൽ നമുക്ക് കാണാം. ലക്ഷങ്ങൾ മുടക്കി കടലിൽ പോയിട്ടും ജീവിതം കരപിടിപ്പിക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടുകയാണ് മത്സ്യത്തൊഴിലാളികൾ. ഇതിനിടെ മത്സ്യബന്ധനയാനങ്ങൾക്ക് ഇന്ധന നികുതി ഇളവ് നൽകാത്തതും തിരിച്ചടിയാകുന്നുണ്ട്. മത്സ്യത്തൊഴിലാളിയുടെ പ്രശ്നങ്ങളിൽ സർക്കാർ ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിലേക്ക് കടക്കാനാണ് ഭാരതീയ മത്സ്യപ്രവർത്തക സംഘത്തിന്റെ തീരുമാനം. മത്സ്യത്തൊഴിലാളികൾക്ക് ഇത് വറുതിയുടെ കാലമാണ്. പല കുടുംബങ്ങളും പട്ടിണിയിലുമാണ്. മത്സ്യത്തൊഴിലാളികളെ ചേർത്ത് പിടിക്കേണ്ട സർക്കാർ സംവിധാനം ഇനിയും അവരോടുള്ള അവഗണന തുടരുകയാണോ? അവർക്കും ചിലത് പറയാനുണ്ട്. ക്ഷേമനിധി ആനുകൂല്യങ്ങൾ കാലാനുസൃതമായി പരിഹരിക്കാത്തതും മത്സ്യബന്ധന യാനങ്ങൾക്ക് ഇന്ധന നികുതി ഇളവ് അനുവദിക്കാത്തതുമാണ് ഇവർ നേരിടുന്ന മറ്റ് പ്രശ്നങ്ങൾ. മത്സ്യത്തൊഴിലാളികളുടെയും അവരുടെ മക്കളുടെ വിദ്യാഭ്യാസ ആനുകൂല്യങ്ങളും പെൺമക്കളുടെ വിവാഹ ധനസഹായവും വർദ്ധിപ്പിക്കണമെന്ന് ഭാരതീയ മത്സ്യപ്രവർത്തക സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറി ഉദയ് ഘോഷ് ആവശ്യപ്പെട്ടു. അപകടം നിറഞ്ഞ ഒരു മേഖലയിൽ ജോലി ചെയ്യുന്ന വിഭാഗമാണ് മത്സ്യത്തൊഴിലാളികൾ. നമ്മുടെ തൊഴിൽ ദിനങ്ങൾ വളരെ കുറവാണ്. 365 ദിവസം ഉണ്ടെങ്കിലും ശരാശരി 120-130 ദിവസം മാത്രമേ മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോകാൻ സാധിക്കുന്നുള്ളൂ. അതുതന്നെ മറ്റുള്ള ജോലി പോലെയല്ല. ജോലിക്ക് പോയാൽ കൂലി ഉറപ്പില്ലാത്തൊരു മേഖലയാണ്. മത്സ്യം തേടിപ്പിടിച്ച് കണ്ടെത്തി മത്സ്യം നടത്തണം. അപ്പോൾ പലപ്പോഴും മത്സ്യം ലഭിക്കാത്ത സാഹചര്യവുമുണ്ട്. അവർക്കുള്ള ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കണമെന്നാണ് സർക്കാരിനോട് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. കടൽ ഇരമ്പുന്നത് പോലെ പിടയുകയാണ് ഓരോ മത്സ്യത്തൊഴിലാളികളുടെയും മനസ്സ്. അവർക്ക് അർഹതപ്പെട്ട ആനുകൂല്യങ്ങളെങ്കിലും എത്രയും വേഗം സർക്കാർ ഉറപ്പുവരുത്തണം. ഈ മേഖലയിൽ മത്സ്യത്തൊഴിലാളികൾ ക്ഷേമനിധിയിലേക്ക് അടക്കുന്ന
1500 രൂപ അടച്ചു കഴിഞ്ഞാൽ പഞ്ഞമാസത്തിൽ ഞങ്ങൾക്ക് തരേണ്ട 4500 രൂപ അത് ഒരു ഗഡു മാത്രമാണ് തന്നത്. 50 ദിവസം ട്രോളിംഗ് നിരോധനത്തിന് ഇത് തിരിച്ചു തരേണ്ട സർക്കാർ ഇതുവരെക്കും മത്സ്യത്തൊഴിലാളികൾക്ക് തിരിച്ചു തന്നിട്ടില്ല. ലക്ഷക്കണക്കിന് ഉറുപ്പിന് മുതലെടുത്തിട്ട് ഞങ്ങൾ പണിക്ക് പോയിട്ട് ജൂൺ ജൂലൈ ആയി, ഈ സീസൺ തീരാനായി. ഒരു വർഷത്തിൽ ഞങ്ങൾക്ക് കിട്ടേണ്ട പണിയില്ല, ഒരു പൈസ പോലും ഇല്ല. ഇപ്പോൾ ഒരു 10 ദിവസമായിട്ടുള്ളൂ ചില്ലറ മത്തിൻ്റെ പണി വന്നിട്ട് അത് കിട്ടുന്നവർക്കുണ്ട്. അപ്പോൾ ഈ മേഖല ആകെ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുക. ശ്രീജിത്തിനൊപ്പം ലക്ഷ്മിപ്രിയ, അമൃത ന്യൂസ്, കോഴിക്കോട്. വിപണി വിലയിരുത്തലുമായി ജിയോജിത് ഫിനാൻഷ്യൽ സർവീസസിലെ സീനിയർ ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജിസ്റ്റും ജനറൽ മാനേജറുമായ കെ ദിലീപ് ചേരുകയാണ്. ദിലീപ്, ഇന്നത്തെ ഒരു വിപണിയുടെ തുടക്കം എങ്ങനെയായിരിക്കും? ഇന്നും നഷ്ടത്തിൽ തന്നെയായിരിക്കും വ്യാപാരം തുടങ്ങുക. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വിപണിയിൽ വിൽപ്പന സമ്മർദ്ദം തുടരുകയാണ്. കമ്പനികളുടെ പ്രവർത്തന ഫലങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു വിപരീത തരംഗമാണ് വിപണി ഈ രീതിയിൽ താഴേക്ക് നീങ്ങുന്നത്. എന്നാൽ ആഗോള സാഹചര്യങ്ങളിൽ തികച്ചും തൃപ്തികരവും ആഗോള വിപണികളെല്ലാം മിക്ക വിപണികളും ഓരോ ദിവസവും നേട്ടത്തിൽ അവസാനിക്കുമ്പോഴും നമ്മുടെ വിപണിയിൽ ഉണ്ടായിട്ടുള്ള ഈ ഒരു വിൽപ്പനയുടെ പ്രധാനപ്പെട്ട കാരണം കമ്പനികളുടെ പ്രവർത്തന ഫലങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്രതികൂല തരംഗമാണ്. സാധാരണഗതിയിൽ കമ്പനികളുടെ പ്രവർത്തന ഫലങ്ങൾ ഏതെങ്കിലും 1-2 കമ്പനികളോ അല്ലെങ്കിൽ ഏതെങ്കിലും 1-2 മേഖലകളിലോ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു തരംഗം ഉണ്ടാക്കുമെന്നുള്ളതല്ലാതെ ഈ രീതിയിൽ വ്യാപകമായി പുറത്തു വന്ന കമ്പനികളുടെ പ്രവർത്തന ഫലങ്ങളെല്ലാം വിപണിക്ക് പ്രതികൂലമായി മാറുക എന്നുള്ളത് അടുത്ത കാലത്തൊന്നും ഉണ്ടാകാത്ത ഒരു സംഗതിയാണ്. ICICI ബാങ്കിൻ്റെ റിസൾട്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി വന്ന ഒട്ടുമിക്ക കമ്പനികളുടെ പ്രവർത്തന ഫലങ്ങളും വിപണിക്ക് പ്രതികൂലമായി ബാധിക്കുകയായിരുന്നു. മാത്രമല്ല, വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ ഈ ഒരു അവസരത്തിൽ വളരെ ഗണ്യമായ തോതിൽ വിൽപ്പന തുടരുകയും ചെയ്യുന്നുണ്ട്. ഇന്നലെയും ഏതാണ്ട് 6000 കോടി രൂപയുടെ വിൽപ്പനയാണ് വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ നടത്തിയത്. ഈ ഒരു തരത്തിൽ വിൽപ്പന തുടരുകയാണെങ്കിൽ തീർച്ചയായും വരും ദിവസങ്ങളിൽ വിപണിയെ കൂടുതൽ അത് സമ്മർദ്ദത്തിലാക്കും. മുൻനിര സൂചികയായി നിഫ്റ്റിക്ക് 24,500 എന്നുള്ള നിലവാരമാണ് ഇനിയിപ്പോൾ ഒരു പ്രധാന അടിസ്ഥാന നിലവാരമായി കണക്കാക്കുന്നത്. ആ ഒരു നിലവാരം ഭേദിച്ച് താഴേക്ക് പോവുകയാണെങ്കിൽ തീർച്ചയായും ഹ്രസ്വകാലത്തേക്ക് വിപണിയിൽ വിൽപ്പന തുടരാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും മുൻനിര ഓഹരികളായ റിലയൻസ്, HDFC ബാങ്ക്, ICICI ബാങ്ക്, ഇൻഫോസിസ് തുടങ്ങിയ ഓഹരികൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു വിൽപ്പനയാണ് നടക്കുന്നത്. അത്തരം ഓഹരികളിൽ ഒരു ദീർഘകാല അടിസ്ഥാനത്തിൽ നിക്ഷേപിക്കാനുള്ളൊരു സാഹചര്യം ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. ദീർഘകാല നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം, ചെറുകിട നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം ഇത്തരം മികച്ച ഓഹരികളിൽ നിക്ഷേപിക്കുന്നതിന് ഈ ഒരു അവസരം, ഈ ഒരു വിപണിയിലെ വീഴ്ചയുടെ അവസരം ഉപയോഗപ്പെടുത്താവുന്നതാണ്. എന്തായാലും ഇന്നും നഷ്ടത്തിലായിരിക്കും വ്യാപാരം തുടങ്ങുക. വളരെ ഉയർന്ന തോതിലുള്ള കയറ്റിറക്കങ്ങൾ പ്രതീക്ഷിക്കുകയും വേണം. ദിലീപാണ് വിപണി വിലയിരുത്തൽ നടത്തിയത്. ഇതോടെ ഗുഡ് മോർണിംഗ് കേരളം സമാപിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് കാണുക. നമസ്കാരം.